UDF-നെ നയിക്കുന്ന കോൺഗ്രസാണ് മുന്നണി വിപുലീകരണ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PM സലാം. UDF യോഗത്തിൽ വിഷയം ചർച്ചയായിട്ടില്ല. മുന്നണിയുടെ ജനകീയ അടിത്തറ ശക്തിപ്പെടുത്തുന്നത് നല്ലതാണെന്നും PM സലാം പറഞ്ഞു. സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് കഴിഞ്ഞ കാലങ്ങളിൽ എന്ന പോലെ മുസ്ലിം ലീഗ് നേരത്തെ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. UDF-ലെ സീറ്റ് വിഭജന ചർച്ചകൾ ആരംഭിക്കാൻ UDF തീരുമാനിച്ചിട്ടുണ്ട്. ആ ചർച്ചകൾ 1-2 ദിവസം കൊണ്ട് പൂർത്തിയാകും. അത് കഴിഞ്ഞാൽ ഓരോ പാർട്ടികളുടെയും സ്ഥാനാർത്ഥി നിർണയം നടക്കും. വളരെ നേരത്തെ ഈ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാൻ UDF സജ്ജമായിരിക്കും. UDF-ന്റെ ജനകീയ അടിത്തറ, UDF-ന്റെ ആശയ ലക്ഷ്യങ്ങളുമായി യോജിക്കുന്ന എല്ലാവരെയും UDF സഹകരിപ്പിക്കും. ഷബീർ ഒമർ വിശദാംശങ്ങളുമായി. ഷബീർ, കേരള കോൺഗ്രസ് എമ്മിന് പുറമെ CPI-യുമായും ചർച്ചകൾ നടത്തുന്നുവെന്ന അടൂർ പ്രകാശിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് ഇപ്പോൾ PM സലാമിന്റെ പ്രതികരണം. എന്താണ് അദ്ദേഹം പറയുന്നത്? സൈഫുദ്ദീൻ, UDF-ന്റെ മുന്നണി വിപുലീകരണ ചർച്ചകൾ നടത്തേണ്ടത് കോൺഗ്രസാണ്. UDF-നെ നയിക്കുന്നത് കോൺഗ്രസാണ്. UDF-ന്റെ കൺവീനർ സ്ഥാനം കോൺഗ്രസ് നേതാവാണ്. അപ്പോൾ ആ നിലയ്ക്ക് കോൺഗ്രസാണ് ഈ മുന്നണി വിപുലീകരണ ചർച്ചകൾ നടത്തേണ്ടത്. ആ നിലയ്ക്ക് കോൺഗ്രസ് അതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കും. എന്നാൽ UDF യോഗത്തിൽ ഇക്കാര്യം ചർച്ചയായിട്ടില്ല. ഒപ്പം തന്നെ PM സലാം പറഞ്ഞത്, അതായത് UDF-ന്റെ ജനകീയ അടിത്തറ വിപുലീകരിക്കുന്ന അല്ലെങ്കിൽ അത് ശക്തിപ്പെടുത്തുന്ന നടപടികൾ അത് സ്വീകരിക്കും, അതുമായി മുന്നോട്ട് പോകും. കൃത്യമായി തന്നെ CPI-യുടെ കാര്യം നമ്മൾ ചോദിക്കുന്നുണ്ട്. CPI അടക്കം ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നാണ് അടൂർ പ്രകാശ് പറഞ്ഞതെന്ന് PM സലാമിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് UDF-ന്റെ ആശയവുമായി യോജിക്കുന്ന അല്ലെങ്കിൽ UDF-ന്റെ നയങ്ങൾ അംഗീകരിക്കുന്ന ആരുമായും സഹകരിക്കും. ആ നിലയ്ക്ക് UDF-ന്റെ മുന്നണി വിപുലീകരണം നടത്താം. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ കോൺഗ്രസ് സ്വീകരിക്കുമെന്നാണ് PM സലാം വിശദീകരിച്ചത്. പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ ഇതിനോടകം തന്നെ തുടങ്ങിയെന്നും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. UDF-മായി ബന്ധപ്പെട്ട സീറ്റ് വിഭജന ചർച്ചകൾ ഏറ്റവും അധികം ഉടനെ തന്നെ നടപ്പാക്കും. അതിനുശേഷം സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കും. പെട്ടെന്ന് തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് UDF ഒന്നാകെ ഒരുങ്ങുമെന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അതോടൊപ്പമാണ് UDF-ന്റെ ജനകീയ അടിത്തറ വിപുലീകരിക്കുന്ന നടപടികൾ സ്വീകരിക്കുമെന്ന് കൂടി അദ്ദേഹം പറഞ്ഞത്. അതേ പക്ഷേ UDF യോഗത്തിൽ ചർച്ചയായിട്ടില്ല. UDF-മായി ബന്ധപ്പെട്ട ചർച്ച അത് വന്നിട്ടില്ല. പക്ഷേ കോൺഗ്രസിന് അതിൽ നയപരമായ നടപടികൾ, നിലപാടുകൾ സ്വീകരിക്കാമെന്ന് കൂടി അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്.